ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? അപ്പം ഞാനും എൻ്റെ സിസ്സും എൻ്റെ ഉമ്മയും എൻ്റെ കസിനൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തൊട്ട് മുന്നിൽ ബേക്കറിയിൽ കുറച്ച് പാൽക്കട്ട ഉണ്ട്. അപ്പം പാൽക്കട്ട തിന്നാനൊരു പൂതി. അങ്ങനെ നമ്മൾ കുറച്ച് പാൽക്കട്ടി വാങ്ങി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബസ് കിട്ടി. പിന്നെ ബസ്സിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്ലിപ്സ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സീറ്റ് തന്നെ കിട്ടിയത്. അങ്ങനെ നേരെ നമ്മൾ അവിടുന്ന് പോയത് പരാഗിലേക്കായിരുന്നു. കാരണം നമുക്ക് ഇവിടെയാണ് മെയിനായിട്ട് വരേണ്ടത്. കാരണം കുറച്ച് കട്ട് പീസസ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കട്ട് പീസസൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു 5-6 എണ്ണം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ബേക്കറി പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോഴത്തേക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കേട്ടോ. കുറേ നേരം കാത്തിരിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രേപ്പ് ലൈം, ബ്ലൂ ലൈം സോഡ, ബ്രൗണി വിത്ത് ഐസ്ക്രീം, ജൂനിയർ ഫ്രൂട്ട് സലാഡ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് നമ്മൾ ലോഡ് ഫ്രൈസും പിസയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ബ്രൗണി വിത്ത് ഐസ്ക്രീമും ലോഡ് ഫ്രൈസും പിസയൊക്കെയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് നേരെ ഒരു ഡ്രസ്സ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഡ്രസ്സ് എടുക്കാൻ. നമ്മൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് നേരെ ഒരു ഓട്ടോറിക്ഷയും പിടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് ഷോപ്പിൽ അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് ബസ് കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.